നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പർവ്വതങ്ങൾക്ക് സ്ഥാനമാറ്റമുണ്ടായേക്കാം, കടല് വറ്റിപ്പോയേക്കാം, സൂര്യചന്ദ്രന്മാർ ഉദിച്ചില്ലെന്ന് വരാം. പക്ഷേ എന്റെ ബാലേട്ടനെ ഞാൻ മറക്കില്ല. ഒടുവിൽ അടികൊണ്ട് എന്റെ ബോധം പോയി. അവിടെ കിടന്ന് മരിച്ചാലും എനിക്ക് സങ്കടം ഉണ്ടാവില്ലായിരുന്നു ബാലേട്ട. എന്റെ ബാലേട്ടന് വേണ്ടിയല്ലേ. ഇതങ്ങനെ വെറുതെ വിട്ട പറ്റില്ല സുസ്മിത. അയ്യോ ബാലേട്ട, ബാലേട്ടന് ഇത് എന്തിനുള്ള പുറപ്പാടാ? ബാലചന്ദ്രന്റെ പെണ്ണിനെ തൊട്ട കൈപൊള്ളൂന്ന് ആ പത്മാവതിയും ചൈന കോളനിയിലെ പെണ്ണുങ്ങളും അറിയണം. ഇപ്പൊ അതൊന്നും വേണ്ട ബാലേട്ട. നമുക്ക് സന്തോഷമായിട്ട് ഒന്നിച്ച് ജീവിച്ച പോരെ? എന്നാ വാ, നമുക്കേ റിസോർട്ടിലോട്ട് പോവാം. ബാലേട്ടന്റെ ഒരു കാര്യം, ബാലേട്ടൻ ഇവിടെ വന്ന് റേസിൽ പങ്കെടുക്കാനല്ലേ? അത് പോയാ പോട്ടെ, 2 ലക്ഷം ഉലുവയല്ല, കാശല്ലല്ലോ നമുക്ക് പ്രധാനം. പിന്നെ എന്തുവാടാ വായി നോക്കി? സൂസ്മക്കുട്ടിക്ക് എന്താ ഒരു ഉത്സാഹം ഇല്ലാത്തത്? അത് ബാലേട്ടാ, ബാലേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് അടിയും കൊണ്ട് പുളിയും കുടിച്ചാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കിരീടവും ചെങ്കോലുമായിട്ട് വിജയിച്ചു വരുന്ന ബാലചന്ദ്രനെ ആവണം ഈ സുസ്മിത മാലയിട്ട് സ്വീകരിക്കേണ്ടത്. അതാ പറഞ്ഞത്, പോയി തല്ലി തീർക്കാമെന്ന്. തല്ലി തീർക്കല്ല ബാലേട്ട പോംവഴി. ആ കോളനിയിലെ 4 ചാവാലി പെണ്ണുങ്ങളെ കൈവച്ചു എന്ന് കരുതി നമുക്കെന്താ? ഒപ്പത്തിനൊപ്പം അല്ലാത്തവരെ ശത്രുവായി പോലും പരിഗണിക്കാൻ പാടില്ലെന്നാ. നായെ കുരച്ചാലും ചന്ദ്രനൊന്നും സംഭവിക്കില്ലെന്ന് കേട്ടിട്ടില്ലേ? ബാലേട്ടനെ ചതിച്ച ശാലിനിയും എന്നെ ചതിച്ച വിഷ്ണുവേട്ടനുമാ നമ്മുടെ ശത്രുക്കൻ. അവരെയാ നമുക്ക് തോൽപ്പിക്കേണ്ടത്. അതിനുള്ളൊരു സുവർണ അവസരം ഇപ്പൊ വന്നു ചേർന്നിരിക്കുക. വിഷ്ണുവേട്ടനും മത്സരിക്കുന്നുണ്ട് ഈ റേസില്. കാഴ്ചക്കാരിയായി ശാലിനി എത്തിയിട്ടുണ്ട്. സമ്മാനദാനം നിർവഹിക്കുന്നത് ഭാമാണ്ടിയ. ഈ റേസിൽ ബാലേട്ടൻ ജയിച്ചാ തോൽക്കുന്നത് ശാലിനിയും വിഷ്ണുവേട്ടനുമായിരിക്കും. ശാലിനിയുടെ മുന്നിൽ വെച്ച് വിഷ്ണുവേട്ടൻ തോൽക്കുമ്പോഴേ വിഷ്ണുവേട്ടനേക്കാൾ മിടുക്കനാ ബാലേട്ടെന്ന് ശാലിനിക്ക് മനസ്സിലാവും. അതുപോലെ തന്നേക്കാൾ മിടുക്കനായ ഒരാളാണ് സുസ്മിതയ്ക്ക് കൂട്ടെന്ന് വിഷ്ണുവേട്ടനും മനസ്സിലാവും. സ്വന്തം അമ്മയുടെ കൺമുന്നിൽ വെച്ചാവണം വിഷ്ണുവേട്ടൻ തോൽക്കാൻ. മകനെ തോൽപ്പിച്ച ബാലേട്ടനെ പൂമാലയിട്ട് സ്വീകരിക്കും ഭാമാൻഡി. ആ മാല കഴുത്തിലിട്ടോണ്ട് ബാലേട്ടൻ വേദിയിൽ നിന്ന് താഴേക്കിറങ്ങി വരണം. അതേ മാല കഴുത്തിലിടാൻ നാട്ടുകാരെല്ലാം നോക്കി നിൽക്കെ തന്നെ തല കുനിച്ചു തരൂ ഈ സുസ്മിത. സത്യം? സത്യം. പോയി ജയിച്ചു വാ. വാക്ക് പാലിച്ചിരിക്കും സുസ്മിക്കുട്ടി. മരിച്ചാൽ ഈ റേസ് ജയിച്ചിരിക്കും ബാലേന്ദ്രൻ. ശരിയാക്കി തരാം. നീ മരിച്ചാലും എനിക്കൊന്നുമില്ലട വായി നോക്കി. തൽക്കാലം വിഷ്ണുവേട്ടനെ തോൽപ്പിച്ച് കാണിക്ക. ശാലിനി ജയിക്കാൻ സമ്മതിക്കില്ല ഞാൻ. കുടുംബശ്രീ ഹോട്ടലും അവളുടെ വീടും കുളം തോണ്ടണം. അവളുടെ അമ്മയുടെയും കൂടപ്പിറപ്പുകളുടെയും കണ്ണീര് കൊണ്ടത് നിറയണം. എന്നാലേ എന്റെ വിഷ്ണുവേട്ടനെ തട്ടിയെടുത്തതിനുള്ള ശിക്ഷ അല്പമെങ്കിലും ആകൂ ശാലിനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതേ സുഹൃത്തുക്കളെ, അത്രയ്ക്കും മഹാമനസ്കനായ ഒരാളാണ് ഈ ചീമേനി പത്രോസ്. അതെ ശാലിനി, സത്യാമ്മയാ ചടങ്ങിലെ മുഖ്യ അതിഥി. ഈ സൈക്കിൾ റേസിൽ വിജയിക്ക് കിട്ടാൻ പോകുന്ന പ്രൈസ് മണി എത്രയാണെന്ന് അറിയാവോ? 2,22,222 രൂപ.
സുഹൃത്തുക്കളെ, 2,22,222 രൂപ. ശ്ശോ, അതിനി ഒരു 2 ലക്ഷം തവണയെങ്കിലും പറയാം. അച്ഛൻ്റെ ഒരു കാര്യം. അല്ല നിർമ്മലെ, ഞാൻ ചോദിക്കാനിരിക്കായിരുന്നു, ഈ പ്രൈസ് മണി എന്താ ഇങ്ങനെ? 2 ലക്ഷമോ 2.5 ലക്ഷമോ ആക്കിയാ പോരായിരുന്നോ? ഇങ്ങനെ പറഞ്ഞെങ്കിലേ ആൾക്കാരുടെ മനസ്സിലോട്ട് ഇടിച്ചു കയറുന്ന അച്ചായൻ പറയുന്നേ. ഓ, ആ 2,22,222 രൂപ മത്സര വിജയിക്ക് സമ്മാനിക്കാൻ പോകുന്ന ആരാണെന്ന് അറിയാമോ? നമ്മുടെ സ്വന്തം സത്യഭാമ. നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണിയായ സത്യഭാമ. കൈയടിക്കില്ല. നിർമ്മലെ, ദേ ആ പെൺകുട്ടി ഏതാ? ഏതാ ഭാമേ? ദേ ആ കുഞ്ഞുമായി നിൽക്കുന്ന പെൺകുട്ടി. ഓ, അതിന് എനിക്ക് പരിചയമൊന്നുമില്ല. എന്താ ഭാമേ ചോദിച്ചേ? അല്ല, എവിടെയോ കണ്ട് നല്ല മുഖപരിചയമുള്ളതുപോലെ. അടുത്തതായി നമ്മുടെ മുഖ്യാതിഥി ശ്രീമതി സത്യഭാമ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഉടൻ മേരിമാത ടിമ്പർ മില്ലിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ ചീമേനി ഔദ മെമ്മോറിയൽ സൈക്കിൾ റേസ് ആരംഭിക്കുന്നതായിരിക്കും. എടാ, എല്ലാം റെഡിയല്ലേ? ഒന്ന് വേഗം വാടാ. ഈശ്വര, ഈ വിഷ്ണുട്ടൻ എങ്ങോട്ട് പോയി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതുവരെ എനിക്ക് കാത്തിരിക്കാമെങ്കിൽ ഗൗതമൻ എന്തുകൊണ്ടായിക്കൂടാ? എനിക്കെന്റെ വീട്ടുകാരോടുള്ള പക ഞാൻ സ്നേഹിച്ച പുരുഷനെ കൊലയ്ക്ക് കൊടുത്തല്ല. പക്ഷേ ഗൗതമൻ അതിലും മേലെ. അത് മറന്നു പോരുത്. അത് വിട്ടേക്ക്. ഇവിടുന്ന് സഞ്ജു ഇല്ലല്ലോ? ഇല്ല, ഇവിടെ ഇപ്പോ ദിനേശനും കാവേരിയും ആ പെണ്ണും മാത്രമേ ഉള്ളൂ. അവളെ ഞാൻ പോയി നോക്കിയിട്ടാ വരുന്നത്. കരഞ്ഞു തളർന്നു ഉറങ്ങുക അവൾ. ഇതുവരെ ഈ വീട്ടിൽ ഫുഡ് പോലും ആരും കഴിച്ചിട്ടില്ല. ഒച്ചയോ ബഹളോ ഉണ്ടാവരുത്. അതിനുവേണ്ടി ആദ്യം അവളെ മയക്കണം, പിന്നെ സൗകര്യം പോലെ തീർക്കണം. ഗൗതമിന്റെ കൂടെ ഞാനും നിൽക്കും. അവളെ ഇഞ്ചിഞ്ചായിട്ട് വേദനിപ്പിച്ചു കൊല്ലാനാ ഞാൻ ആഗ്രഹിക്കുന്നത്. ജീവൻ പോകുമ്പോഴും അവളെ എന്റെ മുഖം കാണണം. മണ്ടത്തരം പറയാതിരിക്കാൻ. അവളെ കൊല്ലാൻ നടന്ന പഴയ കഥകളൊന്നും മറക്കണ്ട. കൂടെ ഞാനും വേണമെന്ന് തീരുമാനിച്ചത് അതുകൊണ്ടാ. ഇതിൽ കൂടി തോറ്റു പോകാൻ പാടില്ല. ഇനി അമ്മൂന് വേണ്ടി ഒരവസരം നമുക്കില്ല. ഇനി താമസിക്കണ്ട, ഗൗതം വാ.
മനസ്സിലാക്ക. കെട്ടിത്തൂക്കാനൊന്നും പറ്റില്ല. പണി തീർത്ത് എനിക്ക് രക്ഷപ്പെടണം. ഇങ്ങോട്ട് മാറും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ ഇനിയിപ്പോ. നാശം പിടിച്ചവളെ പുറത്തുനിന്ന് കുറ്റിയിട്ട് കളഞ്ഞു. അവളെ അങ്ങ് തീർത്തിട്ട് രക്ഷപ്പെട്ടാ മതിയത്. അപ്പൊ ഞാനോ? ആള് വരുമ്പോ ഞാൻ റൂമിലുണ്ടാവില്ലേ? നീ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാവേരിക്ക് ജീവൻ വേണ്ടേ? ശബ്ദം പുറത്തു വരാതെ ഞാൻ കഴുത്തറുത്തേനെ. ആ പെണ്ണിനെ തീർത്തിട്ട് ഞാൻ എപ്പോഴും വീട്ടിലെത്തിയനെ. ഒരാളെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെടുമ്പോ ചാകുന്നത് ഒന്നും മാത്രമായിരിക്കില്ല. തടസ്സം പിടിക്കുന്ന എല്ലാത്തിനും വരുത്തിയിട്ട് വരും. ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് ഒന്ന് ഗൗതം പറ. എനിക്കറിയില്ല. നീ എന്നെ ഇതിനകത്ത് വലിച്ചു കയറ്റിയത്. നീ കാരണം ഞാനും ബ്ലോക്കായി. ഇല്ലാത്തടയ്ക്ക് ഒന്നും ഇരിക്കാനുള്ള സൗകര്യം പോലുമില്ല. കുട്ടിയാതിരുന്നെങ്കിൽ രണ്ടിനെയും തീർത്തിട്ട് പോകാമായിരുന്നു. ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും. കാവേരി, കാവേരി, ദിനേശിന് വന്നിട്ടുണ്ട് അവിടെ. എല്ലാത്തിനും ഉള്ളിൽ ഞാൻ ദിനേശേട്ടൻ ഇറങ്ങിയില്ലേ? എങ്ങനെ ഉറക്കം വരാനാ? അമ്മൂനെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ സഞ്ജു ഇപ്പൊ വിളിച്ചു പറഞ്ഞിരുന്നു. നീ പോത്തുപോലെ കിടന്ന് ഉറങ്ങരുത്. കണ്ണടഞ്ഞു പോയിട്ടേ. ഞാൻ തുറന്നു വച്ചിരിക്കുന്നത് അതുകൊണ്ടാ. നീ വാതിൽ കുറ്റിയിടണ്ട, ചാരിയാ മതി. നിന്നെ എനിക്ക് വിശ്വാസം പോരാ. ഞാൻ ഇടയ്ക്ക് വന്നോളാം. മൂന്നാറിലേക്ക് പോയപ്പോ അവിടെ വെച്ച് അവനെ തീർത്തു കളയേണ്ടതായിരുന്നു. ഓ, ഒന്ന് പതുക്കെ പറയണ്ട ഗൗതം, അവരെ കേൾക്കും. കുറച്ചു കഴിഞ്ഞ് വിളിച്ചോണത്തേ കുറച്ച് വെള്ളം കൊടുക്ക. ദിനേശേട്ട ചെല്ലേ. ദിനേശ് പോയിന്ന് തോന്നുന്നു. ഓ, കാവേരി എങ്ങനെ ബാത്റൂമിലേക്ക് വരാൻ നിന്ന? നീ മനസ്സിൽ കുറിച്ചോ? അവളുടെ മരണം അടുത്തു കഴിഞ്ഞു. ഗൗതം ഇങ്ങനെ മണ്ടത്തരം പറയല്ലേ. ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തുണ്ടായിരുന്നെന്ന് തെളിവ് കിട്ടില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ തിരുമേനി, അല്ല, വിശാലിന്റെ വിവാഹം നടക്കാൻ പോവുക, അതിനിടയിൽ വീട് മാറുക എന്നൊക്കെ പറഞ്ഞ. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. ജാതകത്തിലുള്ളത് അനുഭവിക്കുക തന്നെ ചെയ്യും. അതിന്റെ ശക്തി കുറയ്ക്കാൻ മാത്രമേ പരിഹാര മാർഗത്തിലൂടെ സാധിക്കൂ. അല്ല, ചേച്ചി
ആ തിരുമൽപ്പാട് പറഞ്ഞ അച്ചട്ട പരീക്ഷിക്കാൻ നിൽക്കണ്ട ചേച്ചി. അത് തന്നെയാ ഞാനും പറയാൻ വന്നത്. ഗോപിയേട്ടന്റെ തറവാട് വീട് അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞു കിടക്കുക. അത് തൂത്തു തുടച്ച് വൃത്തിയാക്കിയാ മാത്രം മതി. ദേ, നീ ആരെങ്കിലും കൂട്ടിപ്പോയിട്ട് അതൊന്ന് ചെയ്യിപ്പിച്ചേ. എടാ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് താമസം മാറണം. അമ്മയളിയനൊക്കെ സമ്മതിക്കുമെന്നാ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. നീ ഞാൻ പറഞ്ഞ കാര്യം പോയി ചെയ്യ്. പറ്റിയ ഇന്ന് തന്നെ നമുക്ക് മാറണം. രവിയേട്ടനാണല്ലോ വിളിച്ചത്. ഹലോ, ആ രവിയേട്ട, വാട്ട്? എന്താ സുശീലേ, നീ എന്താ വല്ലാതിരിക്കുന്നത്? ആരാ വിളിച്ചത്? രവിയേട്ടനാ. ഈ വീട്ടില് കാലുകുത്തിയത് മുതൽ എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളാ പ്രവേശി. ഇപ്പൊ എന്താ ഉണ്ടായത്? അത് നീ പറ. രവിയേട്ടനെ ബിസിനസ് പാർട്ട്ണർ ചതിച്ചു. അയ്യോ, രവിയേട്ടൻ അറിയാതെ കമ്പനിയുടെ ഭൂരിഭാഗം ഷെയർസും അയാൾ മറിച്ചു വിറ്റു. രവിയേട്ടനകത്ത് തകർന്നിരിക്കുക. കഷ്ടകാലം എന്നല്ലാതെ പേരെന്ത് പറയാന്? പൂജാ സമയത്ത് കണ്ട ദുശകനങ്ങളെല്ലാം നിനക്ക് കൂടെ ബാധകമായിരിക്കുന്നു. ഛേ, ആ പാർവതിയുടെ കൂടെയാണല്ലോ സകല ഈശ്വരന്മാരും. ഞാൻ പറഞ്ഞില്ലേ, അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാതെ നമ്മുടെ കഷ്ടകാലം ഒരിക്കലും തീരില്ല. ഇല്ല, രവിയേട്ടന് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ വിധവയാകും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ എത്തണം. തിരിച്ചു പോയേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് വീടാണോ? കൊട്ടാരമല്ലേ? ആ വീടിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഈ വീട്. ഈ വീടിനും ഇതിന്റെ മുക്കിനും മൂലയ്ക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട്. എന്റെ ബാല്യ കൗമാരങ്ങളുടെ കഥ. സമയം കിട്ടുമ്പോ ഞാനെല്ലാം പറഞ്ഞുതരാം. പാർവതി, നിനക്കെന്താ വിശാലുമായിട്ടൊരു രഹസ്യം പറച്ചില്? അടുക്കളയിൽ പോയി ഞങ്ങൾക്ക് കുടിക്കാൻ തണുത്ത എന്തെങ്കിലും കൊണ്ടുവന്നേ. ദേ, അവിടെ അടുക്കള. കണ്ണ് തെറ്റിയ അവൾ അവന്റെ അടുത്തെത്തും. ജതിൻ, മോനെ, മേക്കപ്പ് കഴിയുമ്പോഴേക്കും നീ പോയി ജാസ്മിനെ കൂട്ടിക്കൊണ്ടുവരണം. രാത്രി ഫംഗ്ഷന് വേണ്ടി ഒരുക്കാനുള്ളതാ.
ഗസ്റ്റുകൾ വന്നു തുടങ്ങിയ പിന്നെ ഒന്നിനും സമയം കാണില്ല. ശരി ആന്റി, ഞാൻ പോട്ടെ. ആ സരളേ, എന്താ മേഡം? നീ ഒരു കാര്യം ചെയ്യ. കർട്ടൺ ഫിറ്റ് ചെയ്യാനുള്ള ആൾക്കാർ വരുമ്പോഴേക്കും ആ സ്റ്റിച്ചിങ് സെന്ററിൽ പോയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന കർട്ടൺ ക്ലോത്തുകള് വാങ്ങിക്കൊണ്ടുവരണം. ആ ദേ, ഡ്രൈവർക്ക് സ്ഥലം അറിയാം. ആ ശരി മേഡം. ഞാനും വരുന്നു. എനിക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ട്. ശരി, നീ വേഗം വരണം. മോനെ വിശാൽ, നിനക്കൊരു പുതിയ ജീവിതം ഉണ്ടാവാൻ പോവാ. കഴിഞ്ഞതിനെ കുറിച്ച് ഓർത്ത് വെറുതെ മനസ്സ് കൺഫ്യൂസ്ഡ് ആക്കരുത്. മോന്റെ നല്ലതിന് വേണ്ടി അല്ലാതെ ഈ അമ്മ ഒന്നും ചെയ്യില്ലെന്നറിയില്ലേ? ദേ ചെല്ല്, മുറിയിൽ പോയിന്ന് ഫ്രഷ് ആവും. ഗസ്റ്റുകളൊക്കെ വരാറായി. ചെല്ലടാ. വിശാലേട്ടാ, സംഭവിച്ചതെല്ലാം നല്ലതിന്. ഇപ്പോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലതിന്. ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. അല്ലേ അമ്മേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. സാർ ഉറങ്ങിയില്ലേ? ഇല്ല, ഇടയ്ക്ക് കുറെ നേരം കറണ്ട് പോയി. എന്നിട്ട് അപ്പോ ഉണർന്നിരുന്നു, പിന്നെ ഉറക്കം വന്നില്ല. എന്നാ പിന്നെ ഉറങ്ങുന്ന തന്നെ നോക്കിയിരിക്കാന്ന് വിചാരിച്ചു. രാത്രി കറണ്ട് പോയിന്നോ? ആ, 1-2 മണിക്കൂർ മുൻപാ. താൻ സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. ഞാൻ തന്നെയും കണ്ടങ്ങിരുന്നു. അല്ല, കറണ്ട് പോയപ്പോ സാറിന് പേടിയായില്ലേ? ആ, കറണ്ട് പോകുമ്പോ ഞാൻ എന്തിനു പേടിക്കണം? താൻ പേടിക്കാറുണ്ടോ? സാർ ഇത് എന്താ പറയുന്നേ? എന്നെ പറ്റിക്കുവാണല്ലേ? താൻ ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. എടോ, ഓഫ് ദ ലൈറ്റ്. സാർ, എടോ, ലൈറ്റ് അണയ്ക്കാൻ. സാർ പേടിക്കും. ശരി സാറ് എന്റെ അടുത്ത് തന്നെ ഇരിക്കണേ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാ. പേടിക്കുവാണെങ്കിൽ എന്നെ പിടിച്ചോണേ. ഇതിലും നല്ല അവസരം ഇനി കിട്ടാനില്ല. എനിക്ക് പേടിയാവുന്നു ശ്യാമേ. സാർ പേടിച്ച് നിലവിളിക്കല്ലേ? ഞാൻ ലൈറ്റ് ഇടാം. വേണ്ട ശ്യാമേ, വേണ്ട. അത്രയും സമയം തന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാമല്ലോ. അതുമല്ല, എനിക്കാണെങ്കിൽ ഇരുട്ടിനെ പേടിയുമില്ല. എന്താണോ? സാർ ലൈറ്റ് ഇല്ല. ഇവിടെ മുഴുവൻ ഇരുട്ടാ. സാറിന് പേടിയാവുന്നില്ലേ? എന്റെ പേടിയൊക്കെ മാറിയിടോ. താനും തന്റെ കൃഷ്ണനും കൂടി, അല്ലല്ല, നമ്മുടെ കൃഷ്ണനും കൂടി ഇരുട്ടിനോടുള്ള എന്റെ പേടി മാറ്റി. സാർ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
പോയി പറയട്ടെ. അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷവും. വരട്ടെ വരട്ടെ, എല്ലാവരോടും പറയാൻ വരട്ടെ. പക്ഷേ അവർക്കാർക്കും ഇതിലൊരു പങ്കും അവകാശപ്പെടാൻ പറ്റില്ല. തന്നോടാ ഞാൻ ഇതിന് കടപ്പെട്ടിരിക്കുന്നത്. അല്ല സർ, എനിക്കിതിലൊരു പങ്കുമില്ല. ഇത് മുഴുവൻ ചെയ്തത് ദാ ഇയാളാ. സർ, എനിക്ക് എന്തുമാത്രം സന്തോഷമായിരുന്നോ. ഇനി തല്ലായിട്ടോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, നല്ലതാണോ അമ്മേ? ഐശ്വര്യ, കൊള്ളാലോ ഡ്രസ്സൊക്കെ. വളരെ നന്നായിരിക്കുന്നു മോളെ. എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ? ചേരുന്നുണ്ട്. മോക്ക് എല്ലാ ഡ്രസ്സും ഏത് കളറും നന്നായി ചേരും. അത് പിന്നെ എനിക്കറിയില്ല അമ്മേ. എന്റെ സൗന്ദര്യത്തിന് ഏത് ഡ്രസ്സും എനിക്ക് നന്നായിട്ട് ചേരും. ദേ ഐശ്വര്യ, നീ ആവണം മത്സരത്തിൽ ഒന്നാമതെത്തേണ്ടത്. നമ്മുടെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആവേണ്ടത് നീ തന്നെയാ. അതായി അമ്മയുടെ ആഗ്രഹം. മോളെ, ഇപ്പോഴത്തെ സാഹചര്യത്തില് എനിക്കത് പരസ്യമായിട്ട് പറയാനൊക്കില്ലല്ലോ. അമ്മ രഹസ്യമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അമ്മ മൗനമായിട്ടെങ്കിലും എന്നെ അനുകൂലിച്ചാലേ എനിക്കൊരു കോൺഫിഡൻസ് ആവും. ഞാൻ ജയിക്കുകയും ചെയ്യും. ഞാൻ നിന്നെയല്ലേ അനുകൂലിക്കൂ. അത് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, അവരൊക്കെ എവിടെ? ആരും കാണുന്നില്ലല്ലോ. ആ, അവര് വന്നിട്ടില്ല. ചിലപ്പോ ഒരുങ്ങായിരിക്കും. ആ, ദേ അവര് വന്നല്ലോ. എന്താമ്മേ? ഏയ്, ഒന്നുമില്ല. നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ഞങ്ങള് പറയായിരുന്നു. എന്താ മോളെ, നിനക്കൊരു മൂഡ് ഔട്ട് പോലെ? ഓ, എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ലമ്മേ. താല്പര്യമില്ലാത്തവർക്കൊക്കെ അങ്ങ് വരാതിരുന്നൂടെ? ആ, അങ്ങോട്ട് വരാതിരിക്കുന്നതാ ചിലർക്കൊക്കെ ഇഷ്ടമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ, അതൊക്കെ പോട്ടെ അമൃതയെടുത്തി. ഇതൊക്കെ ഞാൻ എത്ര നാളായിട്ട് കേൾക്കുന്നതാ. ഐശ്വര്യടുത്തി, ഓരോരുത്തരുടെയും വേഷത്തിലൊന്നും അല്ല വലിയ കാര്യം, പെരുമാറ്റത്തിലാ. മറ്റുള്ളവരോട് മാന്യമായിട്ട് പെരുമാറുന്നതിനേക്കാളും വലിയ സൗന്ദര്യം വേഷത്തിനില്ല. മാത്രമല്ല, കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ഒന്നും ആവാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിനൊന്നും അല്ല വരുന്നതും. പിന്നെ അച്ഛൻ അവിടെ വരെ ചെല്ലണമെന്ന് പറഞ്ഞു. അച്ഛനും അമ്മ എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കും. ഓ, അങ്ങനെ. എന്നാ പിന്നെ ഈ വൈസ് ചെയർപേഴ്സൺ ആവാൻ താല്പര്യമൊന്നും ഇല്ലെങ്കിലേ അച്ഛനോട് പറഞ്ഞ് ഈ കാര്യത്തിൽ നിന്ന് അങ്ങ് മാറിക്കൂടെ? അതെ, അത് തന്നെ എന്റെ ഉദ്ദേശം. എന്തായാലും ഓഫീസിൽ പോയിട്ട് വരട്ടെ. ഇന്ന് രാത്രി തന്നെ അച്ഛനോട് ഇക്കാര്യം ഞാൻ പറയുന്നുണ്ട്. അല്ല, നീ എന്തിനാ ശ്യാമേ ഈ മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നേ? കമ്പനിയുടെ ചെയർപേഴ്സൺ ആവാൻ ഇവിടെ എല്ലാവരെക്കാളും യോഗ്യത നിനക്കാ ഉള്ളത്. ഇവൾ എന്നെ ലക്ഷ്യം വെച്ചാണല്ലോ അമ്പൊക്കെ ചെയ്യുന്നത്. ഇവളാ ഇപ്പൊ എന്റെ പ്രധാന ശത്രു. ശ്യാമേ, നീ എന്തൊന്നും പറയാത്തെ? ഞാൻ എന്ത് പറയാനാ എടുത്തി? ഇത്തരം സ്ഥാനമാനങ്ങളൊന്നും വേണമെന്ന് എനിക്കില്ല. അതിനുള്ള അർഹതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അർഹതയില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്റെ അത്ര കഴിവുള്ള മറ്റൊരു മരുമകളും ആനന്ദവർമ്മയ്ക്കും വസുന്ധരാമയ്ക്കും ഇവിടെ ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.